ഹലോ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച കടലക്കറിയാണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 വലിയുള്ളി, ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും പേസ്റ്റും പിന്നെ പെരുംജീരകവും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം തക്കാളിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കടലക്കറിക്ക് വേണ്ട തേങ്ങ ആദ്യം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ട്ടോ. അപ്പോൾ തേങ്ങ ഒന്ന് ഓവറായിട്ട് അങ്ങനെ വറുത്തെടുക്കൊന്നും വേണ്ട. ഒന്നായി വരുമ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത് 3 ഇട്ടിട്ട് നമുക്ക് ഒന്നും കൂടി ആ പൊടികളും തേങ്ങയും പാടെ ഒന്ന് മൊരിയിച്ചെടുക്കാം ട്ടോ. ഒരു 2, 3 കറിവേപ്പിൻ്റെ ഇല കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് വേറൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം ട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാവേ. വലിയ ഉള്ളി നന്നായി ഒന്ന് വഴണ്ട് കിട്ടട്ടെ ട്ടോ. പിന്നെ വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നമ്മളിത് ആ ഉള്ളിയൊക്കെ നന്നായി വഴണ്ടി വന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പാടെ പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ തക്കാളി വഴണ്ടി വന്നപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി, ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ ഗരം മസാല ഇട്ടിട്ടില്ല. അപ്പോൾ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമുക്ക്. അതിൻ്റെ ശേഷം നമ്മൾ കടലയിൽ ഒരു ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഉടച്ചു കൊടുക്കുന്ന സമയത്ത് കറിക്ക് ഒന്നും കൂടിയും കട്ടി കിട്ടാൻ നമുക്ക് ഒന്നും കൂടി ഹെൽപ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ നമ്മൾ കടലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതൊന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഞാൻ കുറച്ച് തേങ്ങയും കൂടിയും വറുത്തരച്ച് വെച്ച തേങ്ങയാണ്, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ഇതിപ്പോൾ വെറൈറ്റി പറയാനൊന്നുമില്ല കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് പോലെ ഒരു സിമ്പിൾ കടലക്കറി റെസിപ്പിയാണേ. നമുക്ക് മല്ലിയിലയും കൂടി കുറച്ച് തൂവി കൊടുക്കുക. ഞാൻ കറി ഉണ്ടാക്കുന്ന സമയത്ത് അത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത വീഡിയോ ആണേ. കടലക്കറി ഉണ്ടാക്കാൻ അറിയാത്തവരും ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.